പ്രോബ്ലംസ് ചെയ്തു പോവാം. ഇക്വേഷൻസ് ലിവറേജ് എന്താന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് ഇക്വേഷൻസും പറഞ്ഞിട്ട് പ്രോബ്ലം ചെയ്തു പോവാം. അതല്ലേ നല്ലത്? ഓക്കെ, അപ്പം എന്താണ് ലിവറേജ്? ലിവറേജ് എന്ന് വെച്ചാൽ എന്താ? ഏതേലും ഒരു ഒബ്ജക്റ്റിൽ വരുത്തുന്ന മാറ്റം വേറൊരു ഒബ്ജക്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വേരിയബിളിൽ വരുത്തുന്ന മാറ്റം വേറൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലിവറേജ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ എന്താ, നമുക്ക് ബിസിനസ്സിൽ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയുടെയും ഒരു അപ്രോപ്രിയേറ്റ് മിക്സിനെ നമ്മൾ എന്ത് വിളിക്കും? ലിവറേജ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? ഓക്കെ, നമ്മളപ്പോ ഇക്വേഷൻസിലോട്ട് പോവാട്ടോ. ഇതെങ്ങനെയാ? എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ട് എഴുതി കാണിക്കണോ അതോ സ്ക്രീൻ ഷെയർ ചെയ്ത് എഴുതി കാണിക്കണോ? എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഞാനപ്പം എഴുതി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ ട്ടോ. അല്ലാതെ എനിക്ക് അറിയാൻ പറ്റില്ല. എനിക്ക് ഇവിടെ ചാറ്റ്സ് വരുന്നത് എവിടെയാന്ന് അറിയാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ആരും പറയില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. എഴുതി കാണിച്ചാ മതി. ഓക്കെ, അർഷ, അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ, ബേസ് നമ്മുടെ ലിവറേജിന്റെ ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് പെർസെന്റേജ് ചേഞ്ച് ഇൻ percentage change in dependent variable divided by percentage change in independent variable. നമ്മുടെ ലിവറേജിന്റെ ബേസിക് ഇക്വേഷൻ എന്താ? പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇത് വെച്ചിട്ട് നമ്മൾ എല്ലാം ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് 3 ലിവറേജാണ് വരുന്നത്. ഏതൊക്കെയാ? ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫൈനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ്. എടാ, എനിക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അപ്പൊ ഞാൻ ഇത് ഓണാക്കി ചെയ്യുന്നതാണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫൈനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ്. അപ്പം ഇത് ഇക്വേഷൻ എങ്ങനെ? ആദ്യം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അത് ലിവറേജിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് വരച്ചിടുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ആദ്യം നമ്മളൊരു ഇൻകം സ്റ്റേറ്റ്മെന്റ് വരച്ചിടുക. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞ് ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് അഡ്വാൻസ് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഞാനിവിടെ സെയിൽസ് ഒരു 2000 ആയിട്ട് എടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ആട്ടോ. വേരിയബിൾ കോസ്റ്റ്. ആദ്യം നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും അറിയില്ലേ? എല്ലാരും എന്തായാലും ഓരോ അറ്റംപ്റ്റ് കഴിഞ്ഞ് വന്നതല്ലേ? ഇൻകം സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും അറിയില്ലേ? സെയിൽസിന്റെ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക, അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. അതിന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുക, അപ്പൊ നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം ഓർ EBIT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കുക, അപ്പൊ നമുക്ക് EBT കിട്ടും. അതിന് നമ്മൾ ടാക്സ് കുറയ്ക്കും, അപ്പൊ നമുക്ക് ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡർ EAT കിട്ടും, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. പക്ഷെ നമ്മൾ ഇതിനകത്ത് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ലാത്ത കേസ് ആണെങ്കിൽ നമ്മൾ EAT-നെ തന്നെ ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് എടുക്കും. ഓക്കെ, ഇനി പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞ് ബാക്കി ആയിരിക്കും ആർക്കുള്ള ഫണ്ട്? അതായിരിക്കും ആർക്കുള്ള ഫണ്ട്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഫണ്ട്. ഇനി ഇതും കഴിഞ്ഞ് ബാക്കിയാണ് നമ്മൾ എന്ത് മാറ്റി വെക്കുക? റീറ്റെയിൻഡ് ഏർണിങ്സ് മാറ്റി വെക്കുക. ഇത് എല്ലാവർക്കും അറിയുന്നതല്ലേ?
നിങ്ങൾ എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കുക, അപ്പൊ എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ട്, എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പം ഓക്കെ, ഇതിനകത്തുനിന്ന് ഇപ്പൊ വേരിയബിൾ കോസ്റ്റ് എക്സാമ്പിള് 1000 കുറച്ചു, അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 1000 കിട്ടും. എക്സാമ്പിൾ പറഞ്ഞിട്ട് ബാക്കി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ഞാൻ ഓരോരുത്തരോടായിട്ട് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ ശരിക്കും ഇവിടെ ഇരുന്നിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എക്സാമ്പിൾ 500 എടുത്തു, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് 500 കിട്ടി. ഇത് ഫുള്ള് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ ആണ്. ഇൻട്രസ്റ്റ് 250 കുറച്ചു, നമ്മള് സെയിൽസ് 2000 ആണ്. അതിന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എക്സാമ്പിൾ എടുത്ത് 100 കുറച്ചു, അപ്പൊ കോൺട്രിബ്യൂഷൻ കിട്ടി. അതിന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചു, അപ്പൊ നമുക്ക് EBIT കിട്ടി. അതിന് ഇൻട്രസ്റ്റ് കുറച്ചു, അപ്പൊ EBT കിട്ടി. അതിന് ടാക്സ് കുറച്ചു, അപ്പൊ നമുക്ക് ഏർണിംഗ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓർ EAT കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനില് ഒരു സെയിൽസ് 10% ഇൻക്രീസ് ആവാന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു. സെയിൽസ് 10% ഇൻക്രീസ് ആവാന്ന് വെക്കുക. അപ്പൊ നമ്മള് ഈ 2000 10% ഇൻക്രീസ് ആവുമ്പോ എത്ര വരാ? 2000 10% ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് 2200 കിട്ടും. അപ്പൊ നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ആവുന്ന സെയിം പ്രൊപ്പോർഷനിൽ എന്ത് ഇൻക്രീസ് ആവും? വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. സെയിൽസിന്റെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് അല്ല കേട്ടോ, ടോട്ടൽ എമൗണ്ട് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ സെയിം പ്രൊപ്പോർഷനിൽ എന്ത് ഇൻക്രീസ് ആവും? വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ആവും. അപ്പൊ നമുക്ക് അത് വെച്ചിട്ടുള്ള കോൺട്രിബ്യൂഷൻ കിട്ടില്ലേ? പിന്നെ ഫിക്സഡ് കോസ്റ്റ് എന്തായാലും ഫിക്സഡ് ആയിരിക്കുമല്ലോ, ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ആവില്ലല്ലോ. അപ്പൊ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് സെയിം എടുത്തു, അപ്പൊ നമുക്ക് EBIT കിട്ടി. ഇൻട്രസ്റ്റും സെയിം ആയിരിക്കും, ഇൻട്രസ്റ്റും കുറച്ചു, അപ്പൊ നമുക്ക് EBT കിട്ടി. ഇനി ടാക്സിന്റെ നമ്മള് ഈ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ടാക്സ് ചേഞ്ച് ആവുന്നതുണ്ട്, അത് ഞാൻ അവിടെ എത്തുമ്പോ പറഞ്ഞുതരാം കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് വന്ന ക്വസ്റ്റ്യനില് നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ആവുമ്പോ എന്തായാലും നമ്മുടെ ടാക്സ് ഇൻക്രീസ് ആവുമല്ലോ, അത് അവിടെ എത്തുമ്പോ പറയാം. അപ്പം 140 കിട്ടി. ഏർണിംഗ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടി. ഇനി നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താ? പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലേ? പെർസെന്റേജ് ചേഞ്ച്, അതായത് നമ്മുടെ ഒരു വേരിയബിളില് മാറ്റം വന്നുകൊണ്ട് അത് മറ്റൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ എക്സാം റിസൾട്ട് എന്തിനെ ഡിപ്പെൻഡഡാ? നമ്മളിപ്പെടുന്ന എഫേർട്ടിനെ ഡിപ്പെൻഡഡ് ആണ്. അപ്പൊ നമ്മളിപ്പെടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും, നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മുടെ എഫേർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏതാ? സെയിൽസിൽ വന്ന മാറ്റമാണ് EBT ചേഞ്ച് ആവുന്നത് അല്ലെ? സെയിൽസിൽ വന്ന മാറ്റം നമ്മുടെ EBTനെ മാറ്റുന്നു. അപ്പൊ നമ്മൾ എന്താ, മാറുന്നില്ല. എന്തുകൊണ്ടാ? സെയിൽസിൽ വന്ന മാറ്റം EBITനെ മാറ്റുന്നു. അപ്പൊ ഇതിനകത്ത് ഏതാ ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഏതാ ഇൻഡിപെൻഡന്റ് വേരിയബിള്? ഹലോ പറയടാ. മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുതലായിട്ടാണ്. ഓക്കെ ഓക്കെ. ഇതിനകത്ത് സെയിൽസിൽ വന്ന മാറ്റം നമ്മുടെ EBIT മാറുന്നുണ്ട്. സെയിൽസ് മാറിയത് കൊണ്ടല്ലേ EBIT മാറിയത്? അപ്പം സെയിൽസിൽ വന്ന മാറ്റം EBITനെ മാറ്റുന്നു. അപ്പൊ നമ്മുടെ EBIT എന്തിനെ ഡിപ്പെൻഡഡാ? സെയിൽസിനെ ഡിപ്പെൻഡഡാ. അപ്പം ഇക്വേഷൻ എങ്ങനെ വരും? പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയ EBIT. ഇത് ഞാൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആട്ടോ പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് നമുക്ക് 3 ലിവറേജ് പഠിക്കാനുണ്ട്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് ആൻഡ് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്. അതിനകത്ത് ഓപ്പറേറ്റിംഗ് ലിവറേജ് സെയിൽസിൽ വന്ന മാറ്റം നമ്മുടെ EBITനെ മാറ്റുന്നു. അപ്പൊ ഡിപ്പെൻഡന്റ് EBIT. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഒരു ഇക്വേഷൻ. ഇതിനകത്ത് 3 ഇക്വേഷൻ വരും. ഓരോ 3
ലിവറേജിനകത്ത് 3 ഇക്വേഷൻ വരും. നമ്മൾ അത് അപ്ലൈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഏതാ അപ്ലൈ ചെയ്യേണ്ടെന്ന് അങ്ങനെ നമ്മൾ നോക്കുക. അപ്പോ ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവർ എല്ലാം നിങ്ങൾ എഴുതി എടുക്കുന്നുണ്ടോ? അതോ നിങ്ങളുടെ ഓൾറെഡി ആൻസർ ഉണ്ടാവുമല്ലോ അല്ലെ? എഴുതി എടുക്കുന്നുണ്ടോ? ഇല്ല, നോട്ട് ഉണ്ട് ഓൾറെഡി. ഓക്കെ ഓക്കെ. അപ്പൊ ബേസ് നിങ്ങൾക്ക് അറിയുന്നതല്ലേ? അറിയാം. ഓക്കെ. അപ്പം EBIT വന്ന മാറ്റം അല്ല, സെയിൽസിൽ വന്ന മാറ്റം EBIT മാറ്റുന്നു. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഇനി നമ്മൾ ഫൈനാൻഷ്യൽ ലിവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ EBIT വന്ന മാറ്റം EBT മാറ്റുന്നു. EBIT വന്ന മാറ്റം കാരണം EBT മാറുന്നു. അപ്പൊ ഇവിടെ ഡിപെൻഡന്റ് വേരിയബിള്, ഇവിടെ ഏതാണ് ഡിപെൻഡന്റ് വേരിയബിള്? EBIT. EBT അല്ലേ മാറുന്നത്? EBT അല്ല EBIT ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBT ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT. അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കുമ്പോൾ, കമ്പൈൻഡ് ലിവറേജിന്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഇത് മൂന്നും ഇതിനകത്ത് നമ്മുടെ പെർസെന്റേജ് എങ്ങനെ ചേഞ്ച് എടുക്കുക? ഇത്ര ഇൻക്രീസ് ആയെന്ന് നമുക്ക് കിട്ടി. ഇതിന്റെ ഡിഫറൻസ് എടുത്തപ്പം ഇത്ര ഇൻക്രീസ് ആയെന്ന് കിട്ടി അല്ലേ? കിട്ടി. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് പെർസെന്റേജ് എടുക്കാൻ എന്താ ചെയ്യാ? നമ്മൾ 2000 എന്നുള്ളത് 2200 ആയി. ഇൻക്രീസ് ചെയ്തപ്പോ 2000 എന്നുള്ളത് 2200 ആയി. അപ്പൊ 200 ആണ് ഡിഫറൻസ് വരുന്നത്. ആ 200 ഡിവൈഡഡ് ബൈ ബേസ് ഇയറിൽ എത്രയായിരുന്നു നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത്? 2000 ആണ്. ബൈ 2000 ഇൻറ്റു 100 ചെയ്യുമ്പോ എത്ര പെർസെന്റേജ് നമുക്ക് ഇൻക്രീസ് ആയെന്ന് കിട്ടില്ലേ? ഓക്കെ. ഇനി അപ്പൊ 3 ലിവറേജ് നമ്മൾ പറഞ്ഞു അല്ലല്ലോ? കമ്പൈൻഡ് ലിവറേജ് പറഞ്ഞിട്ടില്ലല്ലോ? ഇങ്ങനെ ഡിഫറൻസ് വരുന്ന സമയത്ത് നമ്മുടെ EBIT മാറുന്നതിനനുസരിച്ച് EBTയും EATയും EPSും സെയിം പ്രൊപ്പോർഷനിലായിരിക്കും ചേഞ്ച് ആവുന്നുണ്ടാവുക. അപ്പൊ നമ്മള് ഇക്വേഷൻ എങ്ങനെ എടുക്കും? പെർസെന്റേജ് ചേഞ്ച് ഇൻ EBT, EAT ഓർ EPS ഡിവൈഡഡ് ബൈ എന്തിൽ വന്ന മാറ്റം കാരണം? സെയിൽസിൽ വന്ന മാറ്റം കാരണം. പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT, EAT ആൻഡ് EPS ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ് എന്ത്? കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോടാ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്റെ ആദ്യത്തെ ക്ലാസ് ആണേ. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു 3 ഇക്വേഷൻസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ പെർസെന്റേജ് ചേഞ്ച് എത്രയാന്ന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമ്മള് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിത് എഴുതാത്തോണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ എന്തായാലും ഓൾറെഡി ഇല്ലേ? ഒന്നുകൂടെ എഴുതാത്തോണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ക്ലിയർ ആവുന്നില്ല എഴുതിയതൊന്നും. അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ തോന്നുന്നു. ഓക്കെ. അല്ലടാ? അതായിരിക്കും നല്ലേ. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ ഇക്വേഷൻ പറയാൻ പോവാട്ടോ. നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാ? ഒരു ഫേമിന്റെ ഓപ്പറേറ്റിംഗ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഒരു ഫേമിന്റെ ഓപ്പറേറ്റിംഗ് റിസ്ക് എന്ന് പറയുന്നത് എന്താ? ഫിക്സഡ് കോസ്റ്റാ. ഒരു ഫേമിന്റെ ഓപ്പറേറ്റിംഗ് റിസ്ക് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റാ. അപ്പൊ നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ അവിടെ നിർത്തിയിട്ട് ഫിക്സഡ് കോസ്റ്റിന്റെ മുകളിലുള്ള കോൺട്രിബ്യൂഷനും EBIT എടുക്കുക. അപ്പൊ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റിനെ അവിടെ നിർത്തിയിട്ട് ഫിക്സഡ് കോസ്റ്റിന്റെ മുകളിലുള്ള എന്താ?
കോൺട്രിബ്യൂഷൻ ബൈ EBIT. നിങ്ങൾക്ക് ഇക്വേഷൻ ഡയറക്റ്റ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യും. ഞാൻ എക്സാമിനൊക്കെ അങ്ങനെയാ പോയിരുന്നു, പക്ഷെ ഒന്നുകൂടെ നോക്കി മനസ്സിലാക്കി പഠിക്കുന്നതല്ലേ നല്ലത്. കോൺട്രിബ്യൂഷൻ ബൈ EBIT. ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫേമിന്റെ ഓപ്പറേറ്റിംഗ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണുന്നത്. അപ്പം ഒരു ഫേമിന്റെ ഓപ്പറേറ്റിംഗ് റിസ്ക് എന്ന് പറയുന്നത് എന്താ? ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ അവിടെ നിർത്തി. ഫിക്സഡ് കോസ്റ്റിന്റെ മേലുള്ള കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഓക്കെ. സ്പീഡ്. ഓക്കെ. ഇനി ഓപ്പറേറ്റിംഗ് ഫൈനാൻഷ്യൽ ലിവറേജിന്റെ രണ്ടാമത്തെ ഇക്വേഷനാ പറയാൻ പോകുന്നത്. ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ ഫൈനാൻഷ്യൽ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാണുക? ഫൈനാൻഷ്യൽ ലിവറേജ് കാണുക. ഒരു ഫേമിന്റെ ഫൈനാൻഷ്യൽ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ ലിവറേജ് കാണുക. അപ്പം ഒരു ഫേമിന്റെ ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റാ. ഒരു ഫേമിന്റെ ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് എന്താ? ഇൻട്രസ്റ്റാ. അപ്പൊ ഇൻട്രസ്റ്റിനെ അവിടെ നിർത്തിയിട്ട് ഇൻട്രസ്റ്റിന്റെ മേലെയുള്ള EBIT ബൈ ഇൻട്രസ്റ്റിന്റെ താഴെയുള്ള EBT ആണ് ഫൈനാൻഷ്യൽ ലിവറേജിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. EBIT ബൈ EBT. ഓക്കെ. ഓക്കെ. ഇനി അടുത്തത് കമ്പൈൻഡ് ലിവറേജ്. കമ്പൈൻഡ് ലിവറേജിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത് എന്താ? രണ്ടും ഓപ്പറേറ്റിംഗ് ലിവറേജും ഫൈനാൻഷ്യൽ ലിവറേജും കൂടി ചേർന്നതാണ് എന്ത്? കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഫിക്സഡ് കോസ്റ്റിനെയും ഇൻട്രസ്റ്റിനെയും അവിടെ നിർത്തിയിട്ട് അത് രണ്ടിന്റെയും മേലെയുള്ളത് എന്താ? കോൺട്രിബ്യൂഷൻ. ഫിക്സഡ് കോസ്റ്റിന്റെ മേലുള്ള കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റിന്റെ താഴെയുള്ള EBT or EAT or EPS. EBT or EAT or EPS ആണ് എന്ത്? കമ്പൈൻഡ് ലിവറേജിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഓൾറെഡി കമ്പൈൻഡ് ഓപ്പറേറ്റിംഗ് ലിവറേജും കമ്പൈൻഡ് ലിവറേജും ഫൈനാൻഷ്യൽ ലിവറേജും കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പൈൻഡ് ലിവറേജ് കാണാം. എങ്ങനെയാ? കാരണം ഓപ്പറേറ്റിംഗ് ലിവറേജും ഫൈനാൻഷ്യൽ ലിവറേജും കൂടി ആഡ് ചെയ്യുന്നതല്ലേ കമ്പൈൻഡ് ലിവറേജ്. അപ്പൊ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫൈനാൻഷ്യൽ ലിവറേജ് അല്ലേ കമ്പൈൻഡ് ലിവറേജ്. ഓക്കെ അല്ലേ? അതുപോലെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാനായിട്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് കമ്പൈൻഡ് ലിവറേജും ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലിവറേജും ഉണ്ട്, അല്ല ഫൈനാൻഷ്യൽ ലിവറേജും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കാണാനുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്ങനെ കാണാം? കമ്പൈൻഡ് ലിവറേജ് ഡിവൈഡഡ് ബൈ ഫൈനാൻഷ്യൽ ലിവറേജ് ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടില്ലേ? കിട്ടും. ഓക്കെ. എടാ ഞാൻ ലാപ്പിലല്ല ഫോണിലാ ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് എഴുതാത്ത കേട്ടോ. ഓക്കെ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. പോവാം. ഞാനപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഗ്രൂപ്പിൽ ഇട്ട് തരണോ അതോ സ്ക്രീൻ ഷെയർ ചെയ്യണോ? സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. ഓക്കെ. ആദ്യം നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കുറച്ച് അഡ്വാൻസ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം കേട്ടോ. ഇന്ന് തീരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ തീരുന്ന എത്രയും ചെയ്തിട്ട് ബാക്കി ഞാൻ ഗ്രൂപ്പിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഇട്ടുതരാം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പൊ ആദ്യം തന്നെ ഭയങ്കര ഓപ്പറേറ്റിംഗ് ലിവറേജും ഫൈനാൻഷ്യൽ ലിവറേജും കാണാനുള്ള ബേസ് ലെവൽ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നില്ല. ആകെ 2 മണിക്കൂറേ ക്ലാസ് ഉള്ളത്. അപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് അറിയാം. ഓക്കെ. തല തിരിഞ്ഞു വന്നുല്ലേ? തല തിരിഞ്ഞിട്ടാ ഉള്ളത്.
അത് തിരിയുന്നില്ലടാ. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണുന്നില്ലേ? ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാ. ഡയറക്റ്റ് നമുക്ക് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാന്നുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ മറ്റേ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഇക്വേഷൻ വരുന്നില്ലേ, അത് വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യനാ. അപ്പം ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് എന്ത് വന്നിട്ടുണ്ട്? സെയിൽസ് വന്നിട്ടുണ്ട്. റവന്യൂ എന്താ? സെയിൽസാ. സെയിൽസ് വന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? EBIT ആ. എത്ര EBIT ചേഞ്ച് വന്നെന്നും തന്നിട്ടുണ്ട്, EPS ചേഞ്ചും തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്കത് ക്വസ്റ്റ്യൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് ചെയ്തൂടെ? ആരടാ വരയ്ക്കുന്നത്? എനിക്ക് വായിക്കാൻ അറിയില്ല കേട്ടോ. ഞാനാണോ വരയ്ക്കുന്നത്? അയ്യോ. അപ്പൊ നിങ്ങള് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരണോ? കാണിച്ചു തരല്ലേ? അല്ലേ ചെയ്തിട്ട് ഓരോന്നിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞാൽ, അല്ലേ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എന്താ വേണ്ടേ? റെസ്പോണ്ട് ചെയ്യടാ. നമ്മൾ ചെയ്ത് ഓക്കെ ഓക്കെ, എല്ലാരും ഒരു കുട്ടി മാത്രം പറയുന്ന സമയത്ത് ഞാൻ അതേ എടുക്കുള്ളൂ കേട്ടോ. ബാക്കി ആരും ഒന്നും പറയുന്നില്ല. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ. ചാറ്റിലുള്ളത് ഞാൻ കാണില്ല. എനിക്ക് എവിടെ ചാറ്റ് എടുക്കണ്ടെന്നൊന്നും അറിയില്ല. അപ്പം ചാറ്റിലുള്ളത് ഞാൻ കാണില്ല. അപ്പൊ നിങ്ങൾ ചെയ്തു. ഞാൻ എന്നിട്ട് ആൻസർ ഞാൻ പറയാം. അല്ല, ക്വസ്റ്റ്യൻ കാണുന്നില്ല. അയ്യോ, പാർട്ടിസിപ്പൻസ് കുറഞ്ഞു വരുന്നുണ്ടല്ലോ. എന്താ ഞാൻ എടുക്കുന്നത് മനസ്സിലാവാണ്ടാണോ? മനസ്സിലാവാണ്ടൊന്നുമില്ല, പക്ഷെ ക്വസ്റ്റ്യൻ കാണുന്നില്ല. അതൊന്നും കൂടി ഷെയർ ചെയ്യോ ക്വസ്റ്റ്യൻ? ഓക്കെ ഓക്കെ, ഷുവർ. കാണുന്നുണ്ടോ? ഈ ക്വസ്റ്റിന് നമ്മൾ ഒരുപാട് സമയം എടുക്കരുത്. നമുക്ക് അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളതാ. ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യനാ. അപ്പൊ പെട്ടെന്ന് ചെയ്യണം. ഓക്കെ. നിങ്ങൾക്ക് റേഷ്യോസ് അറിയോ? നമുക്ക് ഇതിനകത്ത് റേഷ്യോ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞോടാ?
ഹലോ, ആരെങ്കിലും കഴിഞ്ഞോ? ഒമ്പത് പേരായല്ലോ. കഴിഞ്ഞോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യടാ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരുപാട് സമയം എടുക്കാൻ പറ്റില്ല, ആകെ 2 മണിക്കൂറേ ഉള്ളൂ. ആ റെസ്പോണ്ട് ചെയ്തിരുന്ന കുട്ടി പോയോ? ഞാൻ ആൻസർ പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാട്ടോ റിപ്ലൈ തരാൻ നേരം വൈകണേ. ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ആ, ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര മണിക്കൂർ എടുത്തത്? കഴിഞ്ഞോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവല്ലേ? ഹലോ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ ആണോ? ഞാൻ പറയാം, ഏകദേശം സെയിം അല്ലേ വന്ന് നോക്കിക്കോളൂ കേട്ടോ. പറഞ്ഞോളൂ. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവറേജ് M 0.92, N 1.25, P 1.52, Q 1.86 and R 1.6. ആണ്. ഇനി കമ്പൈൻഡ് ലിവറേജിലോട്ട് വരുമ്പം M 1.14, N 0.96, P 0.92, Q 1.17 and R 1.12. ഓക്കെ അല്ലടാ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. നിങ്ങളെ റേഷ്യോസ് ഓക്കെ അല്ലേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര മണിക്കൂർ വെച്ച് എടുത്തു നിങ്ങൾക്ക്? 1 hour പ്ലസ് ആയിട്ടായിരുന്നു. അതിനുള്ളിൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു?
ഓർമ്മയില്ല അല്ലെ? ഞാൻ ആ അവിടെ നല്ല കട്ടായിട്ടാ റേഞ്ച് കേട്ടത്. ഞാൻ വേറെ ഫുള്ളാക്കാൻ ഒരാളെയും കൂടെ പിടിക്കാം. ആ ഓക്കേടാ. ആരെ ശ്രീനന്ദന? നമുക്ക് കയ്യിൽ ഒന്ന് രസം. വർക്ക്ഔട്ട് ചെയ്യാം. അടുത്ത പ്രോബ്ലം വർക്ക്ഔട്ട്. പറ്റുന്ന അത്രയും വർക്ക്ഔട്ട് ചെയ്യടാ. ഞാനിവിടെ ഹോസ്റ്റലിലാ, അപ്പം എനിക്ക് 9 മണിയാകുമ്പോ ഫോൺ വെക്കണം. അതുവരെ നമുക്ക് പറ്റുന്ന അത്രയും വർക്ക്ഔട്ട് ചെയ്യാം. ബ്രേക്ക് Okay. വേണമെന്നുണ്ടെങ്കിൽ ഇടയിൽ ചോദിച്ചോളൂ കേട്ടോ. ശ്രീനന്ദന, ഈ കുട്ടിക്ക് മറ്റേ നെറ്റ്വർക്ക് ഇഷ്യൂ വരുമ്പോ താനൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാനിപ്പോ ഷെയർ ചെയ്യാം കേട്ടോ. അടുത്തത് നമുക്ക് അക്കൗണ്ടിങ് റേഷ്യോസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാ. നിങ്ങൾ അക്കൗണ്ടിങ് റേഷ്യോസ് നോക്കിയതാണോ? ഓൾറെഡി എന്തായാലും ഒരു വട്ടം അറ്റംപ്റ്റ് കഴിഞ്ഞതല്ലേ, കുറച്ചെങ്കിലും ഓർമ്മയുണ്ടാവില്ലേ? നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോ അടുത്ത ക്വസ്റ്റ്യന് ഉണ്ടോടാ? ഞാൻ ഇതിനകത്ത് തന്നെ എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യനകത്ത് ആദ്യം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കാം. ഓക്കെ, ആദ്യം നമുക്കൊരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ അസറ്റ് ടേൺ ഓവറും ഇൻകം ടാക്സും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലിവറേജിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് വരച്ച് വെക്കുക. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് വരച്ച് വെക്കുക. അപ്പൊ ഇതിനകത്ത് സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് തന്നിട്ടില്ല, പക്ഷെ സെയിൽസ് കാണാനുള്ള ഇൻഫർമേഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ് അല്ലേ? ടോട്ടൽ അസറ്റ് ടേൺ ഓവർ തന്നിട്ടില്ലേ? ടോട്ടൽ അസറ്റ് ടേൺ ഓവറിന്റെ ഇക്വേഷൻ അറിയോ? ടോട്ടൽ അസറ്റ് ടേൺ ഓവറിന്റെ ഇക്വേഷൻ എന്താടാ? റേഷ്യോ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. അറിയില്ല. ഓക്കെ. ടോട്ടൽ അസറ്റ് ടേൺ ഓവറിന്റെ ഇക്വേഷൻ സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ്, അതായത് അസറ്റ് ടേൺ ഓവർ. സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഫിക്സ്ഡ് അസറ്റ് ആണ്. സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ്. അപ്പൊ നമ്മള് ആ ഇക്വേഷൻ വെച്ച് ഇതിനകത്ത് എന്ത് തന്നിട്ടുണ്ട്? അസറ്റ് ടേൺ ഓവർ തന്നിട്ടുണ്ട്. അപ്പൊ 2. ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. 2.5 ഈക്വൽ ടു നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സെയിൽസ് അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ സെയിൽസിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ബൈ, നമുക്ക് ടോട്ടൽ അസറ്റ് അറിയില്ലേ? ടോട്ടൽ അസറ്റ് നമുക്ക് ഇത് തന്നിട്ടുണ്ടല്ലോ, ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ ആയിരിക്കില്ലേ ടോട്ടൽ അസറ്റ് ബൈ 20. എടാ കേൾക്കുന്നില്ലടാ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാ നമ്മൾ എങ്ങനെ ഇതിന് സെയിൽസ് കണ്ടുപിടിക്കുക? 20 into 2.5. 20 into 2.5 ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിൽസ് കിട്ടും. സെയിൽസ് എത്രയാ? 50. അപ്പൊ നമുക്ക് സെയിൽസ് കിട്ടി. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ബാക്കി വേരിയബിൾ കോസ്റ്റ് തന്നിട്ടില്ലേ? ഇതിന്റെ 65% വേരിയബിൾ കോസ്റ്റിന് തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. 65% അടിച്ചേ. 32.5. 65%. 32.5%. അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ 17.5 കിട്ടും. അതിന്റെ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടില്ലേ? 4 കോടി. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് EBIT കിട്ടും. പ്ലസ് ഇൻട്രസ്റ്റ് എങ്ങനെ കാണുമെന്ന് അറിയോ? ഡിബഞ്ചർ 20 crore ആണ്, അതിന്റെ 50% ആണ് നമ്മളെ ഇൻട്രസ്റ്റ്.
ഡിബഞ്ചർ ഓക്കെ ഡിബഞ്ചർ നമുക്ക് 10 crore വന്നിട്ടുണ്ട്. കേട്ടു. ഡിബഞ്ചർ 10 crore വന്നിട്ടുണ്ട്. അതിന്റെ 50% നമ്മൾ ഇൻട്രസ്റ്റ് എടുത്തു. അപ്പൊ നമുക്ക് EBT കിട്ടി. അതിന് ടാക്സ് 30% തന്നിട്ടുണ്ട്. അത് കുറച്ച് നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇപ്പൊ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയില്ലേ? ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? EPS കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ EPS കാണാൻ പറഞ്ഞിട്ടുണ്ട്. EPS നമുക്ക് ഇപ്പൊ കിട്ടിയ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്ര? അതിനകത്ത് പ്രിഫറൻസ് ഷെയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് തന്നെയാണ് ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് എടുക്കുക. അപ്പം EPS കാണാനുള്ള ഇക്വേഷൻ എന്താ? ഏർണിങ്സ് പെർ ഷെയർ ആണുള്ള ഇക്വേഷൻ. earnings are available for equity shares divided by equity number of equity shares. ഓക്കെ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 8.4 കിട്ടിയില്ലേ? 8.4 കിട്ടിയില്ലേ? അതേ ബൈ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? എത്രയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. 50 lakh shares of 10 each എന്ന് തന്നിട്ടില്ലേ? അപ്പൊ ബൈ 15 lakh ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? EPS കിട്ടും. ഓക്കെ അല്ലേ? EPS എത്രയാണ് വരുന്നത്? EPS എത്ര വരുന്നത്? 16.8. ഇനി ഇതിനകത്ത് നമുക്ക് എല്ലാ ഇൻകം സ്റ്റേറ്റ്മെന്റ് വരച്ചോണ്ട് എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ടല്ലോ. അപ്പൊ ഓപ്പറേറ്റിംഗ് ഫൈനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിച്ചൂടെ? ബാക്കി എല്ലാ ലിവറേജും കണ്ടുപിടിച്ചൂടെ? അപ്പം കണ്ടുപിടിച്ചിട്ടൊന്ന് ആൻസർ പറയോ? പറയാം. ക്യാപിറ്റൽ എങ്ങനെ എടുത്തു പോയിരുന്നത്? ഇതുപോലെയാണോ അതോ ഫുള്ള് ചെയ്തു തരണോ ഞാൻ? എനിക്ക് എങ്ങനെ അറിയില്ല. ഇപ്പൊ എടുത്തു പോകുന്ന മെത്തേഡ് ഓക്കെ അല്ലേ? ഓക്കെയാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇങ്ങനെ തന്നെ ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ ചെയ്തിട്ട് ആൻസർ പറയാം. ഇത് ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ? ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയോ? 1.2962. യെസ്. നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ലിവറേജ് എത്ര കിട്ടിയ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോടാ? ആകെ 7 പേരേ ഉള്ളൂ. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ ആയിരുന്നോ? അത്രയാളെ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫൈനാൻഷ്യൽ ലിവറേജ് എത്ര കിട്ടി? 1.125. യെസ്. കമ്പൈൻഡ് കണ്ട 1.4582. ഈ ഡെസിമൽ ബേസ് 4 ഡെസിമൽ കഴിഞ്ഞ് 4 പോയിന്റ് ആണോ ഇതിൻ്റെത്? അതോ റൗണ്ട് ഓഫ് ചെയ്യണോ? ഞാൻ റൗണ്ട് ഓഫ് എടുക്കല്. ഇങ്ങനെ പോയിന്റ് എടുത്തോ. അത് കഴിഞ്ഞ ഒരു 3 പോയിന്റ് എടുത്തോ. എന്നിട്ട് അപ്രോക്സിമേറ്റ്ലി എഴുതി കൊടുത്താൽ മതി എന്നാണ് ഞങ്ങളുടെ എന്റെ സാർ അങ്ങനെ പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ? നോക്കിയല്ലേ? എല്ലാരും ചെയ്തു കഴിഞ്ഞില്ലേ? ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതിനകത്ത് ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ.
ഇതിനകത്ത് എനിക്ക് രണ്ടെണ്ണം ഇങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ, 2 ഇമേജ്. അപ്പൊ ചെറിയ ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് അത് എഴുതിയെടുക്കും കേട്ടോ. ഓക്കെ. എഴുതിയെടുക്കും, ഞാൻ വായിക്കട്ടെ. വായിച്ചോളൂ. ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് അറ്റ് 1,20,000 യൂണിറ്റ്സ് ആൻഡ് 1 lakh യൂണിറ്റ്സ്. കുറച്ച് നല്ല പറയാ. Degree of operating leverage ഓക്കെ. at 1,20,000 units and 1 lakh units. അതുപോലെ 1,20,000ന്റെയും 1 lakhന്റെയും ഓപ്പറേറ്റിംഗ് ലെവറേജും കാണണം. ഫൈനാൻഷ്യൽ ലെവറേജും ഓപ്പറേറ്റിംഗ് ലെവറേജും 1,20,000ന്റെയും 1 lakhന്റെയും കാണണം. ഓക്കെ. അതുപോലെ പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS കാണണം. EPS അതായത് 2 വർഷത്തെ EPSൽ വന്ന മാറ്റം. ഓക്കെ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. വായിച്ചു. Capital structure of T Limited current financial. Okay. Equity share capital വന്നിട്ടുണ്ട്, ഡിബഞ്ചർ വന്നിട്ടുണ്ട്. During the year, sales decreased to 1 lakh units as compared to 1,20,000 units. കഴിഞ്ഞ വർഷം 1,20,000 ആയിരുന്നു, പക്ഷെ ഇപ്രാവശ്യം സെയില് കുറഞ്ഞ 1 lakh rupees ആയി. However, the selling price stood 12 per unit and variable cost 8 per unit. Selling costum വേരിയബിൾ കോസ്റ്റും ചേഞ്ച് ആയിട്ടില്ല. ഫിക്സഡ് ഫിക്സഡ് കോസ്റ്റ് 2 lakh തന്നിട്ടുണ്ട്, ടാക്സ് റേറ്റ് 30% തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ആദ്യം നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ഇൻകം സ്റ്റേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ EPS ആണ് കേട്ടോ. ഓക്കെ. ചേഞ്ച് ആയതും കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല അല്ലെ? ഞാൻ എന്നാ ചെയ്ത് കാണിക്കാം കേട്ടോ. അതായത് ഇതിനകത്ത് നമുക്ക് ഇത് 24 ആണ് സെല്ലിംഗ് പ്രൈസ്, 12 ആണ് സെല്ലിംഗ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. 12 ആണ് സെല്ലിംഗ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ചിട്ട് 1,20,000 യൂണിറ്റിന്റെ പ്രീവിയസ് ഇയറിലെയും കാണണം, ഈ വർഷത്തെ 1,00,000ന്റെയും കാണണം. ഞാനിവിടെ എഴുതി കാണിക്കണോ? എഴുതി കാണിക്കണോടാ? ആർക്കെങ്കിലും വേണമെന്നറിയില്ല, എനക്ക് വേണ്ട. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് നിങ്ങള് മൈക്ക് ഓൺ ആക്കിയില്ലെങ്കിൽ ചാറ്റ് നിങ്ങൾ എഴുതിയിടോ? ഇവരിത് ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയിരിക്കുകയാണോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലടാ. അമ്മോ അറിയില്ല. ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്നല്ലേ? എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആരോ ഒരാളെ കമന്റിൽ. അപ്പൊ നമുക്ക് എന്തായാലും ചെയ്യാട്ടോ. അതായത് ഇപ്പം നമ്മള് 2 യൂണിറ്റിന്റെ 1,20,000
1,00,000 യൂണിറ്റിന്റെ ആണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ സെയിൽസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനില് സെയിൽസ് 12 പെർ യൂണിറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 12 ഇൻറ്റു 1,20,000 ചെയ്താൽ സെയിൽസ് കിട്ടും. വേരിയബിൾ കോസ്റ്റ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 8 പറഞ്ഞിട്ടുണ്ട്. 8 ഇൻറ്റു 1,20,000 ചെയ്താൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. സെയിൽസിന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടില്ലേ? തന്നിട്ട് 2 ലക്ഷം. അപ്പൊ നമുക്ക് EB ആയിട്ട് കിട്ടും. ഇൻട്രസ്റ്റും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതായത് 10 ലാഖിന് 10% വെച്ചിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. 10 ലാഖിന് 10% വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റും കിട്ടും. അപ്പൊ EBT കിട്ടും. ടാക്സ് റേറ്റ് 30% വന്നിട്ടുണ്ട്. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് ടാക്സും കിട്ടും. അങ്ങനെ 1,20,000 1,00,000 ചെയ്ത് കഴിഞ്ഞാൽ പറയണം കേട്ടോ. ഞാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ആദ്യത്തെ ക്ലാസ്സിന് കയറിയപ്പോ 26 പേരുണ്ടായിരുന്നു. ഇപ്പൊ 7 പേരേ ഉള്ളൂ. ഞാൻ എടുക്കുന്നത് ശരിയാവേണ്ടാണോ അതോ ഇനി 3ാമത്തെ ക്ലാസ് ആയതുകൊണ്ടാണോ? എടുക്കുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? എടുക്കുന്നതിലൊന്നും കുഴപ്പമില്ല, നന്നായിട്ട് മനസ്സിലായി. ഓക്കെ, താങ്ക് യു. അപ്പം ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞോ? EAT വരെ ചെയ്തു. ഓക്കെ, രണ്ടിന്റെയും ചെയ്യണം കേട്ടോ. EPS ഒന്ന് പറയോ? നിങ്ങൾ ഓപ്പറേറ്റിംഗ് ഇതും ചെയ്ത് കഴിഞ്ഞോ? ഫൈനാൻഷ്യലും ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, ഇൻകം ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 1,20,000 യൂണിറ്റിനും 1,00,000 യൂണിറ്റിനും വേണ്ട ഓപ്പറേറ്റിംഗ് ലിവറേജും ഫൈനാൻഷ്യൽ ലിവറേജും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചു തന്നില്ലേ? വായിച്ചു. ഓക്കെ. അത് രണ്ടും കണ്ടിട്ട് EPS കാണുന്നു പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് ബ്രേക്ക് തന്നിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ? 5 മിനിറ്റ് എങ്ങാണ്ട് ബ്രേക്ക് തന്നിരുന്നോ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് തന്നിട്ടുണ്ടായില്ല. ബാക്കി ക്ലാസ് എങ്ങനെയാന്ന് അറിയില്ല. നമുക്ക് ബ്രേക്ക് ഇല്ലാതെ പോവാ 8:30 വരെ. മഗ്‌രിബ് കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ 8:30 വരെ ക്ലാസ് മതിനാ? ഓക്കെ, എന്നാ 8:30 വരെ ക്ലാസ് എടുക്കാം. അതുവരെ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം. ബാക്കി ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടു. ഈ ക്വസ്റ്റ്യനോ? എന്തായാലും ഇട്ടു. ഓപ്പറേറ്റിംഗ് ലിവറേജ് 1,20,000 1.714
അതെ അതെ 1,00,000-ൻ്റെത് 2. അതെ അതെ പിന്നെ പിന്നെ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് വെച്ചാൽ 1.55 2 1,20,000 പിന്നെ 2. റിക്വയർമെന്റ്സിന്റെ ഇട്ടരണോ അതോ ഈ ക്വസ്റ്റ്യൻ മാത്രം ഇട്ടന്നാ മതിയോ? ഇപ്പത്തെ ഈ ക്വസ്റ്റ്യൻ അല്ലേ ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞു? ഈ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. റിക്വയർമെന്റ്സ് ഒന്ന് ഇട്ടേ. ഓക്കെ ഷുവർ. EPS പറയട്ടെ? പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് EAT വരെ കിട്ടിയില്ലേ? പ്രിഫറൻസ് ഡിവിഡൻഡ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഈ EAT തന്നെയല്ലേ ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വരിക? അതെ. അപ്പം EPS കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് രണ്ടിന്റെയും ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടി. ക്വസ്റ്റ്യനകത്ത് നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് എത്ര വന്നിട്ടുണ്ട്? 10 lakh വന്നിട്ടില്ലേ? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 10 lakh വന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി. അപ്പം അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടിന്റെ EPS കിട്ടും. എന്നടാ 10 lakh വാല്യൂ അല്ലേ? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് സോറി 10 lakh by 100 ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. സോറി കേട്ടോ. 10 lakh by 100 ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. അങ്ങനെ രണ്ടിന്റെ EPS കണ്ടിട്ട് ഞാൻ പെർസെന്റേജ് കാണുന്ന പറഞ്ഞുതരാം. അതെ 12.6 7 ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS. EPSൽ വന്ന ചേഞ്ചാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടിന്റെയും ഡിഫറൻസ് എത്ര? 12.6 മൈനസ് 7 ചെയ്യുമ്പോൾ 5.6 ആണ് ഇതിൽ വന്ന ഡിഫറൻസ്. പക്ഷെ നമ്മുടെ അടുത്ത് ഇത് ചോദിച്ചിരിക്കുന്നത് പെർസെന്റേജാ. അപ്പം ഇതിൽ വന്ന ഡിഫറൻസ്, അതായത് ഞാൻ എഴുതി കാണിക്കാം കേട്ടോ. 5.6 ഇതിൽ വന്ന ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയറിൽ എത്രയായിരുന്നു? 12.6 അല്ലേ? അതായത് 1,20,000 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ EPS എന്ന് പറയുന്നത് 12.6 ആണ്. ഇത് 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS കിട്ടും. ഓക്കെ അല്ലേടാ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല? എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? 5 പേരുള്ളൂ കേട്ടോ. ഇനി നമ്മൾ പോകുമ്പോൾ ലാസ്റ്റ് ഞാനും നിങ്ങൾ രണ്ടാളും മാത്രമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തൂടെ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. എനിക്ക് ഇവിടെ നിന്ന് അറിയുന്നില്ല ആരൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. ഞാൻ ഗ്രൂപ്പിൽ ഇടണോ അതോ സ്ക്രീൻ ഷെയർ ചെയ്യണോ? എന്റെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ബാക്കിയുള്ളവരാരും എനിക്ക് അറിയില്ലല്ലോ. ക്വസ്റ്റ്യൻ ഉണ്ടോ? ഞാൻ പ്രീവിയസ് ഇയർ പ്രിന്റ് എടുത്തായിരുന്നു. ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ,
ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാം. ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിലിടാം. ആ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യം എന്താ ഡയറക്റ്റ് ആയിട്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ തന്നിട്ടുണ്ട്. ഇക്വേഷൻ നമുക്ക് കണ്ടൂടെ? പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 55,000 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 55,000 ആയിരിക്കും എന്ത്? അത് ഫിക്സഡ് ആയിരിക്കും അല്ലേ? ഈ 55,000 എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ബാക്കി ആയിരിക്കും വേരിയബിൾ കോസ്റ്റ് വരിക. അപ്പൊ ഇൻകം സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന സമയത്ത് അതിന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കി വേരിയബിൾ കണ്ട് കോൺട്രിബ്യൂഷൻ കണ്ട് അങ്ങനെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് വരയ്ക്കോ? ആ നമ്മുടെ റിക്വയർമെന്റ് എന്താന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് ഫൈനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലിവറേജ് ഇപ്പൊ കറന്റ് ഉള്ളതിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വരച്ചിട്ട് ഓപ്പറേറ്റിംഗ് ഫൈനാൻഷ്യലും കമ്പൈനും കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സബ് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. അത് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കാര്യം നോക്കാനുണ്ട്. എന്താ അത്? മറ്റേ ടാക്സിന്റെ കാൽക്കുലേഷൻ ഇപ്പൊ ചെയ്തതിൽ പ്രശ്നമൊന്നുമില്ല. ചെയ്തോ? കഴിഞ്ഞ ഓപ്പറേറ്റിംഗ് ഫൈനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പറയണേ. പറയാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് 1.25 ഹലോ. അതെ. ഓപ്പറേറ്റിംഗ് ലിവറേജ് 1.25, ഫൈനാൻഷ്യൽ ലിവറേജ് 1.375 ആൻഡ് കമ്പൈൻഡ് ലിവറേജ് 1.718. ഓക്കെ അല്ലേ? ഇനി നമ്മള് ഇതിനകത്ത് 20 അടുത്ത റിക്വയർമെന്റ് എന്താ? ഇപ്പൊ സെയിൽസ് 20% ഇൻക്രീസ് ആവാന്നുണ്ടെങ്കിലും രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ സെയിൽസ് 20% ഡിക്രീസ് ആവാണെങ്കിലും ഉള്ള EPS ചോദിച്ചിരിക്കുന്നത്. സെയിൽസ് 20% ഇൻക്രീസ് ആവുമ്പോഴും സെയിൽസ് 20% ഡിക്രീസ് ആവുമ്പോഴുള്ള EPS. അപ്പോ ഇപ്പൊ സെയിൽസ് 20% ഡിക്രീസ് ആയി എന്ന് പറയുമ്പോൾ അതേ പ്രൊപ്പോർഷനിൽ തന്നെ നമ്മൾ ഇപ്പോൾ സെയിൽസ് എമൗണ്ട് ആണ് ഡിക്രീസ് ആവുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ അതേ പ്രൊപ്പോർഷനിൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും അല്ലെങ്കിൽ കൂടും. മനസ്സിലാവുണ്ടോ? പക്ഷെ സെല്ലിംഗ് പ്രൈസ് കാരണമാണ് സെയിൽസിൽ മാറ്റം വരുന്നതെന്നുണ്ടെങ്കിൽ അത് വേരിയബിൾ കോസ്റ്റ് മാറില്ല. ഓക്കെ. അപ്പോ സെയിൽസിൽ വന്ന മാറ്റം ഓക്കെ
സെയിൽസിൽ ഇപ്പൊ 20% ഇൻക്രീസ് ആവുന്ന ചെയ്തേ. സെയിൽസ് 20% ഇൻക്രീസ് ആയെന്ന് പറയുമ്പോ ഇപ്പൊ കറന്റ് സെയിൽസ് എത്രയാ? 3,40,000 അല്ല 34 ലക്ഷം അല്ലേ? 34 ലക്ഷം. അത് 20% ഇൻക്രീസ് ആയെന്ന് പറയുമ്പോ എന്താ? ഇൻറ്റു 120% ചെയ്യുമ്പോ എത്ര വരുന്നത്? സെയിൽസ് 3,40,000 അല്ലേ? 3,40,000. സോറിടാ, 3,40,000. 3,40,000 20% ഇൻക്രീസ് ചെയ്യുമ്പോ എത്ര വരുന്നത്? സെയിൽസ് എത്ര വരുന്നത്? 4,08,000. ഒരു മിനിറ്റ്. 4,08,000. അതേ പ്രൊപ്പോർഷനിൽ വേരിയബിൾ കോസ്റ്റ് അപ്പൊ ഇൻക്രീസ് ചെയ്യൂലേ? ഇൻക്രീസ്. ഓക്കെ. അപ്പം ഇനി ബാക്കി ഇൻകം സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ടാക്സ് വരുന്നതിന് മുമ്പ് വരെയുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് ചെയ്ത് നിർത്തുമോ? ഓക്കെ. കണ്ടോടാ? 4 പേരായിട്ടോ. ഡിക്രീസ് ആയത് കണ്ട്, ഡിക്രീസ് ആയത് ഐ തിങ്ക് ഇവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാത്തോണ്ടാണോ എല്ലാരും പോകുന്നത്? ഇത് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം ക്ലാസ് എടുത്ത പോലെ ആവൂ? അറിയില്ല. കേൾക്കാത്തവർക്ക് നഷ്ടം ഞാൻ പറയുള്ളൂ. നല്ല മനസ്സിലാവുന്നുണ്ട് ക്ലാസ്. ഓക്കെ. ടാക്സ് വരെ കണ്ടോ? ഇത് EB ആയിട്ട് ഉണ്ട്. ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്ന രണ്ടാൾക്കാർ ആരാ? എന്റെ പേര് ആദിത്യ, മറ്റാള് ശ്രീനന്ദ, അങ്ങനെ എന്താ തോന്നാറില്ല. ബാക്കി ആ സെൽഹയ്ക്കും മിസ്നയ്ക്കും മനസ്സിലാവുന്നുണ്ടോ? വോയിസ് ഇടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ ചാറ്റിൽ ഇട്ടാ മതി. EAT വരെ അല്ല EBT വരെ കണ്ടില്ലേ? EBIT വരെ കണ്ടോ? EBIT കണ്ട് അതിന് ഇൻട്രസ്റ്റും സെയിം തന്നെ ആയിരിക്കും. ഇൻട്രസ്റ്റും കുറച്ച് EIT വരെ കണ്ടോ? ടാക്സ് കാണുന്നതിന് മുമ്പ് വരെ കണ്ടോ? കണ്ടു. അതുവരെ എത്രയാ വരുന്നത്? 2,15,000, 1,05,000. ഓക്കെ, 2,15,000, 1,05,000. അപ്പൊ അതിന് ഓക്കെ. ഇനി ടാക്സ് നമ്മുടെ സെയിൽസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ടാക്സ് റേറ്റ് മാറൂലേ? മാറും. ഓക്കെ. അപ്പൊ ഇതിനകത്ത് 56,000 ആണ് എന്ത് വന്നിരിക്കുന്നത്? ടാക്സ് 56,000 ആണ്. ഈ 56,000 എന്ന് പറയുന്നത് 1,60,60,000 എത്ര പെർസെന്റേജാ? നമുക്ക് ഇതെന്തിനാ ഇപ്പൊ ചെയ്യുന്ന വെച്ചാൽ ഈ ടാക്സ് 56,000 നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റില്ല. നമ്മുടെ സെയിൽസ് മാറുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റും ടാക്സ് മാറും.
അപ്പൊ ഈ 56,000 എന്ന് പറഞ്ഞത് 1,60,000 എത്ര പെർസെന്റേജാ? 35%. 35%. അപ്പൊ 35% ടാക്സ് ഇട്ടിട്ട് അത് രണ്ടിന്റെയും കണ്ടോ? കണ്ടോ? കണ്ടു. അപ്പൊ ഇവിടെ പ്രിഫറൻസ് ഷെയർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കിട്ടിയ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് തന്നെ ആയിരിക്കും എന്ത് ഏർണിംഗ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലേ? അതെ. അപ്പൊ EPS കണ്ടൂടെ ഇനി? കാണാം. EPS അതെ പറയൂ. 1.744 0.853. 853. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. ഫുഡ് വേണ്ട. മേടിച്ചു. സോറി കേട്ടോ, ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പം കുഴപ്പമില്ല. നേരത്തെ പോയവരൊക്കെ വേറെ ക്വസ്റ്റ്യൻസ് വരുമ്പോ എന്താ ചെയ്യാ അവര്? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഇനി റിക്വയർമെന്റ്സ് ഞാൻ വായിക്കാം. നിങ്ങൾ എഴുതിയെടുക്കല്ലേ? അതോ? ഓക്കെ. ആദ്യത്തെ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ് ദാറ്റ് ഷുഡ് ബി സോൾഡ് സോ ദാറ്റ് ദ ഏർണിംഗ്സ് സോറി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ് number of unit that should be sold so that the earnings before tax is equal to zero. Okay. Second requirement, if EBIT increase to 3 times the current EBIT, 3 times. Then what is the earnings after tax, EAT? What will be the degree of operating, financial and combined leverage? Okay. Question വായിക്കട്ടെ? Alpha Limited, which has been engaged in business for the last 5 years, furnishes the following information for its only product. 20 selling price per unit എത്രയാ? 23. Selling price per unit question ഇങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചോട്ടെ. സെല്ലിംഗ് പ്രൈസ് 23. ടോട്ടൽ സെയിൽസ് എത്ര? ഇല്ല ഇതിനകത്ത് ഉണ്ടല്ലോ, അപ്പൊ ഇതന്നെ കേട്ടോ. 1,40,000
45,000 യൂണിറ്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. സെല്ലിംഗ് പ്രൈസ് 23 വരുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് 2,80,000 വരുന്നുണ്ട്. വേരിയബിൾ കോസ്റ്റ് 70 പെർ യൂണിറ്റ് വരുന്നുണ്ട്. ഡെറ്റ് ക്യാപിറ്റൽ 10 lakh 11% ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റൽ 20 lakh വരുന്നുണ്ട്. ടാക്സ് റേറ്റ് 30% വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കണ്ട നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണ്ടേ? അപ്പം സെയിൽസ് എത്രയാ? 1,45,000 23 രൂപയ്ക്ക് എത്ര സെയിൽസ് എത്രയാ വരുന്നത്? 33,35,000. ഓക്കെ, അതിന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കൂ. 17 into 1,45,000 ചെയ്യുമ്പോ എത്ര വരുന്നത്? 24,65,000. 24 ലക്ഷം. ഓക്കെ, അപ്പൊ കോൺട്രിബ്യൂഷൻ കിട്ടിയില്ലേ? അതിന് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ലേ ക്വസ്റ്റ്യനില്? തന്നിട്ടുണ്ട്. ബാക്കി ചെയ്യാൻ അറിയില്ലേ? അപ്പം ആ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യോ? ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇനി നമ്മൾ 3 ആളേ ഉള്ളൂ. ബാക്കി എല്ലാരും പോയാ? ബാക്കി എല്ലാരും പോയി. നല്ല മനസ്സിലാവുന്നു. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴേ ലീവ് ചെയ്യണം. അപ്പോ എനിക്കിത് നല്ലോണം ഇപ്പൊ മനസ്സിലായി. കൊറേ ക്ലാസ് ലീവ് ഉണ്ടായിരുന്നു. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ സ്റ്റാർട്ടിങ് ലീവ് ചെയ്യണം. അത് മനസ്സിലായി. ഇപ്പൊ ഇത് നല്ലോണം മനസ്സിലായി. താങ്ക്സ്. നല്ല മര്യാദയ്ക്ക് എടുക്കുന്നു, മനസ്സിലാവുന്നുണ്ട് നല്ലോണം. ഓക്കെ, താങ്ക് യു. ചെയ്തോ? ചെയ്തു. ഇനി ഇത് 3 ലിവറേജും കണ്ടോ? കാണുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് ലിവർ 1.474 പിന്നെ ഫിനാൻഷ്യൽ ലിവറേജ് 1.229. 1.229. കമ്പൈൻഡ് ലിവറേജ് 1.8125. എന്തോ കിട്ടിയോ? ഇല്ലല്ലോ. 1.81. കിട്ടി. ഓക്കെ, ഇനി ഇതിനകത്ത് ആദ്യത്തെ റിക്വയർമെന്റ് എന്താ? What is the number of units that should be sold so that the earnings before tax is equal to 0? Earnings before tax 0 ആവണമെന്നുണ്ടെങ്കിൽ അപ്പൊ എത്ര യൂണിറ്റ്സ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടാവുക എന്നല്ല ക്വസ്റ്റ്യൻ. അപ്പോ സെയിൽസിന്റെയും ഇബിടിയുടെയും റിലേഷൻ വരുന്ന ഇക്വേഷൻ ഏത് ലിവറേജിലാണ് വരുന്നത്? സെയിൽസിന്റെയും ഇബിടിയുടെയും റിലേഷൻ വരുന്ന ലിവറേജ് ഏതാ? കമ്പൈൻഡ് ലിവറേജ്. കമ്പൈൻഡ് ലിവറേജ്. അപ്പൊ നമുക്ക് പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് തന്നിട്ടില്ല, പക്ഷെ കമ്പൈൻഡ് ലിവറേജ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഞാൻ സ്ക്രീനിൽ എഴുതാട്ടോ. കമ്പൈൻഡ് ലിവറേജ് 1.8125. ഞാൻ കൊറേ പ്രാഗിരുന്നു, സാറുമാരെ ക്ലാസ്സിൽ എടുക്കുമ്പോ ഒന്നും മനസ്സിലാവുന്നില്ല പറഞ്ഞു. ഇപ്പോഴാണ് അതിന്റെ മനസ്സിലാവുന്നത്. എഴുതാൻ പറ്റുന്നില്ലേ? ഞാൻ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെയാന്ന് വിചാരിച്ചിരുന്നു. ഓൺലൈൻ ക്ലാസ്സാ? സാറുമാർ ഓൺലൈൻ ക്ലാസ് ഇല്ല, ഞാൻ ഓൺലൈൻ ക്ലാസ് ഇല്ല. ഞാൻ
ഞാൻ ഡയറക്റ്റ് ഇവിടെ പ്രൊഫിൻസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ 1.81 അതൊന്നും ചോദിക്കരുത്. ഏ? ചോദിക്കൂ, എന്താ ചോദിച്ചേ? അല്ല, ഗ്രൂപ്പ് ക്ലിയർ ആയതാന്ന് ചോദിച്ചാ. അല്ലല്ല, ഗ്രൂപ്പ് ക്ലിയർ ആയതല്ല. ഞാൻ 2 ഗ്രൂപ്പ് എഴുതിണ്ട്, രണ്ടും ക്ലിയർ അല്ല. ആ സാറില്ല, ഇൻഷാല്ലാ നമ്മള് നെക്സ്റ്റ് അറ്റംപ്റ്റ് എന്തായാലും പിടിക്കും. ആ പിടിക്കട്ടെ. നിങ്ങളോ? ആകെ 2 ആളല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതാൻ പറ്റിയിട്ടില്ല. സെക്കൻഡ് ഗ്രൂപ്പ് എന്താവും അറിയില്ല. ഓക്കെ. ഓക്കെ, നമുക്ക് അപ്പൊ കമ്പൈൻ ലിവറേജ് തന്നിട്ടുണ്ട്. പെർസെന്റേജ് ചേഞ്ച് ഇൻ EBT ഇതിനകത്ത് പറഞ്ഞിട്ടില്ലേ, EBT 0 ആവണമെന്ന് പറഞ്ഞിട്ടില്ലേ? EBT 0 ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെടുക്കുക? 0 ആവണമെന്ന് പറയുമ്പോൾ 100%ഉം EBT കുറയല്ലേ? EBT 0 ആവണം. അപ്പൊ 100% EBT കുറയല്ലേ? അപ്പൊ നമ്മൾ ചേഞ്ച് എത്ര എടുക്കും? 100%ഉം കുറഞ്ഞ പോലെ എടുക്കും. ഇപ്പൊ നമുക്ക് പെർസെന്റേജ് സെയിൽസ് കണ്ടൂടെ? ക്വസ്റ്റ്യനിൽ അതല്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എക്സ് ആയിട്ട് കണ്ടൂടെ? എത്ര ആൻസർ വരുന്നത്? ഇപ്പൊ റെസ്പോണ്ട് ചെയ്യുന്ന ആദിത്യ അല്ലേ? അതെ. സെഹലയ്ക്ക് മനസ്സിലാവുണ്ടോ? അപ്പൊ 0 ആയോ? മനസ്സിലായില്ല, ഒന്നുകൂടെ പറയണോടാ? മനസ്സിലായി, പക്ഷെ 0 ആണോ വരുവാന്ന് ചോദിക്കാം. അല്ലല്ല, 0. എന്താ കേട്ടില്ല, ഒന്നുകൂടെ. കമ്പൈൻ ലിവറേജോ? ഇല്ലല്ലോ, 1.8125. കിട്ടിയോ? ഓപ്പറേറ്റിംഗും ഫൈനാൻഷ്യൽ എത്ര കിട്ടിയത്? ഓപ്പറേറ്റിംഗ് 1.44, ഫൈനാൻഷ്യലി 1.47. പോയിന്റിന്റെ വ്യത്യാസമായിരിക്കും. ഇതൊന്ന് ചെയ്ത് കാണിക്കും, എനിക്ക് കിട്ടുന്നില്ല ഉത്തരം. ഓക്കെ ഷുവർ. അതായത് നമുക്ക് കമ്പൈൻ എന്തിന്റെ ചെയ്ത് കാണിക്കേണ്ടത്? ഇപ്പൊ ഒന്നാ ഈ ഫസ്റ്റ് റിക്വയർമെന്റ് അല്ലേ, അതിന്റെ ആൻസർ അല്ലേ? ഓക്കെ, കമ്പൈൻ ലിവറേജ് കിട്ടിയത് നമുക്ക്, ഒരു മിനിറ്റ് കേട്ടോ, 1.8125 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? കമ്പൈൻ ലിവറേജ് കിട്ടിയത്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താവണം? 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. EBTയും സെയിൽസും വരുന്ന EBT 0 ആവുമ്പോൾ സെയിൽസ് എത്ര ആയിരിക്കും എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. EBTയും സെയിൽസും വരുന്ന നമ്മുടെ ഇത് രണ്ടിന്റെയും റിലേഷൻ വരുന്ന ലിവറേജ് ഏതാ? കമ്പൈൻ ലിവറേജ് ആണ്. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBT ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് അല്ലേ ഇക്വേഷൻ? അല്ലേടാ? ഓക്കെ, അപ്പൊ നമ്മള് പെർസെന്റേജ് ചേഞ്ച് ഇൻ EBT എന്ന് പറയുന്നത് 0, EBT 0 ആവണം എന്ന് പറഞ്ഞപ്പം നമ്മൾ എന്ത് ചെയ്തു? 100%ഉം ഡിക്രീസ് ആയി എടുത്തു. 100%ഉം ഡിക്രീസ് ആവുമ്പോഴല്ലേ EBT 0 ആവാ. അപ്പൊ നമ്മൾ 100% ഡിക്രീസ് ചെയ്തു ബൈ നമുക്ക് എത്ര സെയിൽസിൽ വന്ന ഡിഫറൻസ് ആണ് കാണുന്നത്? എക്സ്. അപ്പോ ഇത് ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് എന്താ ഡൗട്ട് വരുന്നത്? ഇവിടെ ഇൻഡു ചെയ്യണോ ഡിവൈഡ് ചെയ്യണോ അങ്ങനെയാണോ ഡൗട്ട് വരുന്നത്? അത് എനിക്കും വരലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയ എക്സാമ്പിൾ ഇടാം. ഇപ്പൊ നമ്മള് 50/2 = അല്ല
50/25 അല്ലേ? ആ 50/25 2 അപ്പൊ നമ്മൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 25 × 2 ഇത് × 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആൻസർ കിട്ടില്ലേ? 50 കിട്ടില്ലേ? ആ അതുപോലെ 50/2 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 25 കിട്ടില്ലേ? കിട്ടും. അപ്പൊ ഈ സിമ്പിൾ എക്സാം ഹാളിലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഭയങ്കര ടെൻഷനിലായിരിക്കും. അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് തെറ്റിപ്പോകും. അപ്പൊ നമ്മള് ഇങ്ങനെ ചെറിയൊരു എക്സാമ്പിൾ ഇട്ട് നോക്കിയാൽ മതി. ഓക്കെ താങ്ക്സ്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ 100/1.825 എത്ര വരുന്നത്? 8125. അത്രയും ഡിക്രീസ് EB ആയിട്ട് 0 ആവണമെങ്കിൽ സെയിൽസ് അത്രയും ഡിക്രീസ് ആവണമെന്നാണ് കിട്ടി. പക്ഷെ നമുക്ക് ഓക്കെ, നമുക്ക് ഇതിനകത്ത് പെർ യൂണിറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. പെർ യൂണിറ്റ് എത്ര സെയിൽസ് ഡിക്രീസ് ആവണമെന്ന് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള സെയിൽസ് എത്രയാ? ഇപ്പോഴുള്ള സെയിൽസ് എത്രയാ? 1,45,000. സെയിൽസ് എത്രയാടാ? ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല സെയിൽസ്. 33,35,000. ഓക്കെ, 33,35,000 മൈനസ് ഈ 55.70% ചെയ്യണ്ടേ? കുറയില്ലേ സെയിൽസ്? അപ്പൊ എത്ര വരുന്നത്? നമ്മൾ റൗണ്ട് ചെയ്ത് എടുക്കും. കാരണം നമ്മൾ പെർസെന്റേജ് എടുത്തപ്പോ ഫുൾ എടുത്തിട്ടില്ല. അപ്പൊ റൗണ്ട് ചെയ്ത് എടുക്കും. 14,95,000. അതിന് നമ്മളിപ്പോ ചോദിച്ചിരിക്കുന്നത് യൂണിറ്റിലെ വരുന്ന എത്ര യൂണിറ്റ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. എത്ര യൂണിറ്റ് സോൾവ് ചെയ്യണം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 23 ചെയ്യണം. സെല്ലിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 23 ആണ്. 65,000. ഓക്കെ, 65,000. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് ഈ 100% എങ്ങനെ കിട്ടിയെന്ന് ഓർമ്മയുണ്ടല്ലോ? അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഓക്കെ ആയിരുന്നു. എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷൻ ആയപ്പോ ഞാൻ പറയാൻ വെച്ചിരുന്ന ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് എന്തോ പറഞ്ഞിട്ട് തുടങ്ങിയതാ. ഞാൻ എക്സാമ്പിൾ ഒക്കെ എഴുതി വെച്ചിരുന്നു, അതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അത് ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് EBIT ഇൻക്രീസ് ടു 3 times. ഇപ്പൊ നമ്മള് 0 ആവുന്നത് പറഞ്ഞു. ഇനി 0 ആവുന്നത് ഡബിൾ ആവുകയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര എടുക്കും? 100% ഇൻക്രീസ് എടുക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രിപ്പിൾ ആവണമെന്നാ പറഞ്ഞത്. 0 ആവണം എന്ന് പറയുമ്പോൾ 100% നമ്മൾ ഡിക്രീസ് എടുത്തു. ഇപ്പൊ ഉള്ളത് ഡബിൾ ആവണം എന്ന് പറയുമ്പോൾ നമ്മൾ 100% ഇൻക്രീസ് എടുത്തു. ഇനി ഇത് ട്രിപ്പിൾ ആവണമെന്നാ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എത്ര പെർസെന്റേജ് ഇൻക്രീസ് എടുക്കും? 200% ഇൻക്രീസ് ആവും. മനസ്സിലായോടാ? മനസ്സിലായി. ഓക്കെ. അപ്പൊ EBIT 200% ഇൻക്രീസ് ആവാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും EAT എന്നാണ് ചോദിച്ചിരിക്കുന്നത്. EBITയുടെയും EATയുടെയും റിലേഷൻ വരുന്ന ലിവറേജ് ഏതാ? കമ്പൈൻഡ് ലിവറേജ് EBT EATയുടെ ഇപ്പൊ നമ്മള് അല്ലല്ല ഫൈനാൻഷ്യൽ ലിവറേജ്. ഫൈനാൻഷ്യൽ ലിവറേജിനകത്ത് ഫൈനാൻഷ്യൽ ലിവറേജിന്റെ ഇക്വേഷൻ എന്താ? ചേഞ്ചസ് ഇൻ EAT ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ EBIT. പെർസെന്റേജ് ചേഞ്ച് ഇൻ EAT ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏതിന്റെ ചേഞ്ച് വന്നിട്ടുണ്ട്? EBITയുടെ ചേഞ്ച് വന്നിട്ടില്ലേ? EBIT ട്രിപ്പിൾ ആവണം എന്ന് പറയുമ്പോ എത്ര? 200% ഇൻക്രീസ് ആവും. ഞാൻ ഇതിൽ ചെയ്ത് കാണിക്കട്ടെ. ഇപ്പൊ നമുക്ക് ഫൈനാൻഷ്യൽ ലിവറേജ് എത്ര കിട്ടിയത്? 1.229.
Okay, 1.22229 is equal to percentage change in EAT നമുക്കറിയില്ല x by ഈ percentage change in EBIT എത്രയാ 200% ഇൻക്രീസ് ആവുന്നുണ്ട് ആ അല്ലേ? അതെ. അപ്പൊ ഇത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയോ? 245.8 ആ 245.8. അപ്പൊ EAT എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യണം? EATയുടെ കൂടെ 246% ആഡ് ചെയ്യും. ഞാൻ വീട്ടിലേ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഇറങ്ങിയതാ. ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് 25, ഞാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ക്ലാസ്സിന് കയറിയപ്പോഴേ അതിനകത്ത് 26 പേരെങ്ങാണ്ട് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ കയറുമ്പോൾ കുറഞ്ഞിണ്ടായിരുന്നു. അത് വേറെ കാര്യം. നമ്മള് കയറുമ്പോ എത്ര പേരുണ്ടായിരുന്നു? മൂന്നാമത്തെ ക്ലാസ് ആയതുകൊണ്ടായിരിക്കും 18 എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഞാൻ 25 പേരെ കാണുന്നൊക്കെ ബിൽഡപ്പ് കൊടുത്തിറങ്ങിയതാ വീട്ടില്. ഇപ്പൊ നോക്ക് 2 പേര്. രണ്ടുപേരെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ലേ? വലിയ കാര്യല്ലേ? അതെ അതെ. ഇപ്പൊ ക്ലാസ് മനസ്സിലാവുന്നില്ലേ നമ്മളും ഇപ്പൊ ലെഫ്റ്റ് ആയി പോവില്ലേ? അതെ അതെ. 11,60,000 സന്തോഷം. 61,000 11,62,560. അനക്കതല്ലേ 11,60,000 അപ്രോക്സിമേറ്റ്ലി അത് നമ്മൾ പോയിന്റ് എടുത്തതിന്റെ വ്യത്യാസം. അപ്പം നമ്മള് നിറച്ച് പോയിന്റ് ആയിരുന്നുണ്ടെങ്കിൽ സൈഡിൽ അപ്രോക്സിമേറ്റ്ലി എഴുതി കൊടുക്കുന്നതായിരിക്കും സേഫ്. എന്താടാ? 11,61,888. ഏകദേശം അപ്രോക്സിമേറ്റ്ലി എന്തായാലും എഴുതി കൊടുത്തു. ഏകദേശം സെയിം ആൻസറാ വരുന്നത്. അത് നമ്മൾ പോയിന്റിൽ എടുത്ത ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അപ്രോക്സിമേറ്റ്ലി എഴുതി കൊടുക്കുന്നതാ സേഫ് എക്സാമിനൊക്കെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാനിപ്പോ സമയം എത്രയായി? 8:34. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യണോ? എന്താ ചോദിച്ചാ കേട്ടില്ല. ഹലോ ചേച്ചിയോ? 8:34. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ചെയ്യണോ? എന്റെ അടുത്ത് ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യണോ? എനിക്ക് കുഴപ്പമില്ല, മറ്റേക്ക് എങ്ങനെയാന്ന് അറിയില്ല. മറ്റാൾക്ക് എങ്ങനാ? കുഴപ്പമില്ലാന്നല്ലേ പറഞ്ഞത്? തോന്നുന്നു കേട്ടില്ല, ക്ലിയർ ആയില്ല. ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അയക്കാം കേട്ടോ. കാണുന്നുണ്ടോ? വന്നേനില്ല. ഇപ്പൊ ഓക്കെ, കാണുന്നുണ്ട്. തിരിയുന്നുണ്ടല്ലേ? തിരിയുന്നുണ്ട്. Okay. From the following information extracted from books of accounts of I Limited, calculate percentage change in EPS. ഇതിനകത്ത് ആകും നമുക്ക് എന്ത് കണ്ടാൽ മതി? EPS വരുന്ന മാറ്റം കണ്ടാൽ മതി. പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS കണ്ടാൽ മതി. EBIT തന്നിട്ടുണ്ട്, EBT തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് വരച്ചൂടെ? ഫുൾ ഇൻഫർമേഷൻ ഇല്ലെങ്കിലും തന്നിരിക്കുന്ന വെച്ചിട്ട് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് വരയ്ക്കോ?
എടാ ഗ്രൂപ്പിനകത്ത് അവൻ എന്തോ സൂക്ഷിച്ചിരിക്കുന്നു മനസ്സിലായോ? എന്താ പറഞ്ഞേ? കേട്ടില്ല. ഗ്രൂപ്പിനകത്ത് അവൻ എന്താ ചോദിച്ചിരിക്കുന്നു മനസ്സിലായോ? എന്നോടാണോ? ആണ്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നില്ലല്ലോ. സ്റ്റഡി ക്യാപ്പ് 5.0 വന്നിട്ടില്ല. ഞാൻ 4.0 5.0 ക്ലിയർ ആയി ലീക്കിൽ ചോദിച്ചോ ബ്രോ? അതിനർത്ഥം എന്താ? ക്ലിയർ ആയി ലീക്കിൽ ചോദിച്ചോ ബ്രോ? മനസ്സിലായി. ശരി സാറില്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യാം? ഇത് ചെയ്തോ? ചെയ്ത്. എന്തൊക്കെ കിട്ടി? ഫിക്സഡ് കോസ്റ്റ് EBIT മാത്രമല്ലേ ഉള്ളൂ? കോൺട്രിബ്യൂഷൻ കിട്ടില്ലേ? കോൺട്രിബ്യൂഷൻ എന്ത് വെച്ച് കിട്ടിയത്? EBIT-നോട് ഫിക്സഡ് കോസ്റ്റ് കൂട്ടിയാൽ കോൺട്രിബ്യൂഷൻ കിട്ടില്ലേ? സോറി EBIT-യുടെ കൂടെ ഫിക്സഡ് കോസ്റ്റ് കൂട്ടി കോൺട്രിബ്യൂഷനും കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? EPS, പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS. പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS. പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS കമ്പൈൻഡ് ലിവറേജിന്റെ ഇക്വേഷൻ എന്താ? പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് അല്ലേ? സെയിൽസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 10%. സെയിൽസ് എത്ര മാറ്റം വരുന്ന ക്വസ്റ്റ്യനിൽ ഗിവൺ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത് വെച്ച് കമ്പൈൻഡ് ലിവറേജ് കണ്ടുപിടിക്കും. കമ്പൈൻഡ് ലിവറേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. കോൺട്രിബ്യൂഷൻ ബൈ EBIT ചെയ്തിട്ട് കമ്പൈൻഡ് ലിവറേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഈ കമ്പൈൻഡ് ലിവറേജിന്റെ ഇക്വേഷൻ എന്താ? പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് അല്ലേ? സെയിൽസ് എത്ര സെയിൽസ് 10% ഇൻക്രീസ് ആവുന്നുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS കണ്ടുപിടിച്ചൂടെ? ക്വസ്റ്റ്യനിൽ EPS അല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത്. എത്രയാ? ഒരു മിനിറ്റ്, കമ്പൈൻഡ് ലിവറേജ് കാണട്ടെ. EPS 23.625. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ.
റിക്വയർമെന്റ് പറയട്ടെ. പറഞ്ഞു. Fixed financial leverage, fixed cost and PV ratio. Calculate financial leverage, fixed cost and PV ratio. ഓക്കെ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇത് ഓപ്പറേറ്റിംഗ് ലിവറേജും കമ്പൈൻഡ് ലിവറേജും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഫൈനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഫൈനാൻഷ്യൽ ലിവറേജ് ഒന്ന് കണ്ടുപിടിക്കോ? അതെ, 1.8. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യോ? ഓക്കെ. നമ്മുടെ ഫസ്റ്റ് റിക്വയർമെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഫൈനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞു കേട്ടോ. വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ഒന്നും തന്നിട്ടില്ല. അത് സെയിൽസ് തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് എന്താ നമുക്ക് ആവശ്യം വരുന്നില്ലല്ലോ. കോൺട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ആദ്യം എഴുതി. ആകെ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, ആകെ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനപ്പോ ഇതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ഫൈനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള വേറെ ഇക്വേഷൻ എന്താ? ഈ പെർസെന്റേജ് ചേഞ്ച് അല്ല. പെർസെന്റേജ് ചേഞ്ച് നമ്മൾ ഇതിൽ തന്നോണ്ടാണ്. അല്ല, ഇക്വേഷൻ എന്താ? ഫൈനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? EBIT by EBT അല്ലേ ഫൈനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ? EBIT by EBT ആണ് നമുക്ക് എത്ര കിട്ടിയത്? 1.8 കിട്ടിയത് അല്ലേ? EBIT by EBT ആണ് നമുക്ക് 1.8 കിട്ടിയത്. അത് എനിക്ക് ഓക്കെ, 1.8 കിട്ടിയത്. അപ്പൊ നമുക്ക് ഇങ്ങനെയും പറഞ്ഞൂടെ? ഇൻട്രസ്റ്റ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ അല്ലേ? 10 lakh ആണ് ഇൻട്രസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ എക്സാമിനൊക്കെ. ഹലോ, EBIT മൈനസ് EBT അല്ലേ ഇൻട്രസ്റ്റ്? എന്താ പറയാ മനസ്സിലായി. എനിക്കിത് എടുക്കാൻ കിട്ടില്ല. എനിക്ക് ഞാൻ ചെയ്തില്ലല്ലോ, അപ്പൊ എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാ. EBIT by EBT അല്ലേ എന്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? ഇത് ഫുൾ എഴുതാൻ കൊള്ളുന്നില്ല. ഒരു മിനിറ്റ് കേട്ടാ. സാറ് റെക്കോർഡിങ്സ് ഇടുന്നവരെ എന്നെ ചീത്ത വിളിക്കാൻ തോന്നുന്നില്ലേ? EBIT മൈനസ് EBT അല്ലേ
ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? അതെ. ഇൻട്രസ്റ്റ് നമുക്ക് ക്വസ്റ്റനിൽ ഗിവൺ അല്ലേ? 10 lakh ഇൻട്രസ്റ്റ് ഗിവൺ അല്ലേ? തന്നിട്ടുണ്ട്. നമ്മള് ഫൈനാൻഷ്യൽ ലിവറേജിന്റെ ഇക്വേഷൻ EBIT ബൈ EBT എന്ന് പറയുന്നത് 1.8 എന്ന് പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ EBIT 1.8 ആയിട്ട് എടുക്കുക. അപ്പൊ മൈനസ് EBT നമ്മൾ എത്ര ആയിട്ട് എടുക്കും? 1 ആയിട്ട് എടുക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ 1 ആയിട്ട് എടുക്കണമെന്ന്? അപ്പം 1.8 മൈനസ് 1 എത്രയാ? 0.8. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ബാക്കി EBTയും EBITയും കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. എങ്ങനെ പറയണോ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പറയണോ? അതായത് 10 lakh എന്ന് പറയുന്നത് 0.8 10 lakh by 0.8 into 1 ചെയ്താൽ നമുക്ക് EBT കിട്ടും. അതുപോലെ 10 lakh by 0.8 into 1.8 ചെയ്താൽ EBIT കിട്ടും. മനസ്സിലായോ? കണ്ടുപിടിക്കോ? കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് EBT EBIT കിട്ടില്ല. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് ക്വസ്റ്റനിൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടില്ലേ? കണ്ടുപിടിക്കില്ലേ വേണ്ടേ? എന്ത് ഫിക്സഡ് കോസ്റ്റ്? സോറി, ഫിക്സഡ് കോസ്റ്റ് അല്ല, കോൺട്രിബ്യൂഷൻ ഇത് വെച്ച് കണ്ടുപിടിക്കാം. കോൺട്രിബ്യൂഷൻ നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിച്ചൂടെ? ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചൂടെ? EBIT നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് 1.2 ആണ് ക്വസ്റ്റനിൽ തന്നിട്ടില്ലേ? 1.2 ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പൊ 1.2 is equal to കോൺട്രിബ്യൂഷൻ X ആയിട്ട് എടുക്കുക ബൈ EBIT നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അപ്പൊ നമുക്ക് അത് ചെയ്യുമ്പോ കോൺട്രിബ്യൂഷൻ കിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഈ EBITയുടെ EBITന്ന് ആ കോൺട്രിബ്യൂഷൻ മൈനസ് EBIT പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആണല്ലോ കോൺട്രിബ്യൂഷൻ. അപ്പൊ EBITന്ന് നമ്മൾ ആ കോൺട്രിബ്യൂഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടില്ലേ? മനസ്സിലായോ? എങ്ങനെയാന്ന് മനസ്സിലായോ? ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ കാണാം, അല്ലെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചത് നോക്ക്. അപ്പൊ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ കൂടെ ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ബാക്ക് റിവേഴ്സ് പോകുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുക. അപ്പൊ നമുക്ക് തിരിച്ച് ആ കോൺട്രിബ്യൂഷൻ മൈനസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് കിട്ടില്ലേ? മനസ്സിലായോ? എഴുതി കാണിക്കണോ? ഹലോ കിട്ടും. മനസ്സിലായി. ഓക്കെ. നമ്മളപ്പോ നമ്മുടെ ഇനി അത് വെച്ച് നമ്മൾ PV റേഷ്യോ കണ്ടുപിടിക്കൂല്ലേ? PV റേഷ്യോന്റെ ഇക്വേഷൻ എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻടു 100. അപ്പൊ PV റേഷ്യോ രണ്ടാമത്തെ റിക്വയർമെന്റ് ആയ PV റേഷ്യോ കിട്ടി, ഫിക്സഡ് കോസ്റ്റും കിട്ടി. നമുക്ക് ഫൈനാൻഷ്യൽ ലിവറേജ് നമ്മൾ ആദ്യം കണ്ടില്ലേ? എല്ലാം കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യണോടാ? ഞാനൊരു 2 ക്വസ്റ്റ്യൻ അയച്ചു, അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ നോക്കിയിട്ട് പിന്നെ പറഞ്ഞാലും മതി. എനക്ക് എന്തായാലും പക്ഷേ നമ്പർ എങ്ങനെ ഞാനുള്ള ഗ്രൂപ്പിൽ ഇല്ലല്ലോ. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ എവിടെ പോയി തപ്പും? ഷാദലി സാർ അടുത്തുണ്ടാവൂല്ലേ നമ്പർ? ഷാദലി സാർ അടുത്തുണ്ടാവും. പേര് ഷാഹിറ എന്നല്ലേ? ഷാഹിറ. ഓക്കെ, സാറോട് ചോദിക്കാം. ഓക്കെ. ഇനി നമ്മുടെ ഇതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എന്റെ അടുത്തുള്ളത്. എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തന്നോളൂ കേട്ടോ. ഇനി ചെയ്യണോ? ഇനി ക്വസ്റ്റ്യൻ ചെയ്യണോ? അത് അയച്ചു തന്നോ? ബാക്കിയുള്ളവർക്ക് അറിയില്ല. ഒരാളും കൂടി ഒരാളേ ഉള്ളല്ലേ? നേരത്തെ ഒരാളും കൂടി കണ്ടിരുന്നു. 4 ആളെ കണ്ടിരുന്നു. പോയോ? ഇല്ല, 3 ആളേ ഉള്ളൂ. ഒന്ന് ഞാൻ പിന്നെ ഇങ്ങനെ 2 ആള്. വേറെ 4 ആളുണ്ടേനു ഇടക്ക്. ഇപ്പില്ല. ഇനിയിപ്പോ 5-10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. എന്നിട്ട്
നിങ്ങൾ എന്റെ ക്ലാസ്സിന്റെ റിവ്യൂ പറയൂ, എന്നിട്ട് ഞാൻ പോവാം. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യണോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ. സോറി, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആയോ വരയ്ക്കുന്നുണ്ട്. എനിക്ക് പ്രശ്നമില്ല. എന്റെ ഇവിടെ നിന്ന് എന്തോരം ഡിസ്റ്റർബൻസാ. വീട് 2-3 ഒച്ചയാക്കുന്നുണ്ട്. അത് പ്രശ്നമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ ഷെയർ ആയിട്ടോ. ഓക്കെ. അയ്യോ, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. EAT കാണാനുള്ള ക്വസ്റ്റ്യനാ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയ എന്ത് ചെയ്യും ആദ്യം? ആദ്യം കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് വരച്ചിട്ട് ഉള്ള കാര്യം എഴുതിയോ? സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള കാര്യം എഴുതിക്കോ. ഇതിനകത്ത് നമുക്ക് ഇപ്പൊ EAT കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെയിൽസും വേരിയബിൾ കോസ്റ്റും വേണമെന്നില്ലല്ലോ. ബാക്കി ഇല്ല. ഇൻഫർമേഷൻസ് കിട്ടിയാൽ തന്നെ നമുക്ക് EAT കിട്ടില്ലേ? കിട്ടും. എഴുതിയോ? തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എഴുതിയോ? തന്നിരിക്കുന്നത് എഴുതി. ഓക്കെ. ഇത് വെച്ചിട്ട് ഇനി നമുക്ക് EBIT ഇപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്നത് കോൺട്രിബ്യൂഷനും പിന്നെ തന്നിരിക്കുന്നത് കോൺട്രിബ്യൂഷൻ മാത്രം, ടാക്സ് മാത്രം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ എന്താ? കോൺട്രിബ്യൂഷൻ ബൈ EBIT അല്ലേ? അത് വെച്ച് നമുക്ക് EBIT കണ്ടുപിടിച്ചൂടെ? ഓപ്പറേറ്റിംഗ് ലിവറേജ് ക്വസ്റ്റ്യനിൽ 6 തന്നിട്ടുണ്ട്. EBIT കണ്ടുപിടിക്കുക എത്രയാന്ന് പറയാം? 62,500. അതെ. അത് നമ്മൾ കോൺട്രിബ്യൂഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടില്ലേ? ഓക്കെ. ഇനി നമുക്ക് കമ്പൈൻ ലിവറേജിന്റെ ഇക്വേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പൈൻ ലിവറേജിന്റെ ഇക്വേഷൻ എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. അപ്പൊ കോൺട്രിബ്യൂഷൻ അല്ല, കമ്പൈൻ ലിവറേജ് നമുക്ക് ക്വസ്റ്റ്യനിൽ 24 വന്നിട്ടുണ്ട് അല്ലേ? EBIT കണ്ടുപിടിക്കുക. അതിന് ടാക്സ് 30% വന്നിട്ടുണ്ട്. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് EAT കിട്ടും. നമ്മുടെ റിക്വയർമെന്റ് EAT ആണ്. 10,937.5 EAT. അതെ. ഓക്കെ അല്ലേ? ഇനി എന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള റിവ്യൂ പറയൂ. ക്ലാസ് നല്ല ക്ലാസ്സിന്. എന്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസിന്റെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പറയുന്ന മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ചെറിയ കണക്കെല്ലാം വരുമ്പോ എക്സെല്ലാം വരുമ്പോ ഏത് ഗുണിക്കുവാന്നാ വേണ്ടേ ഹരിക്കുവാന്നാ വേണ്ടേന്നൊന്നും തിരിയാത്തൊരിതുണ്ട്.
അതെല്ലാം മനസ്സിലായി. ചെറിയ ചെറിയ കാര്യം മനസ്സിലായി. പിന്നെ മറ്റേ ബേസിക് ഇക്വേഷൻ ഇല്ലേ, പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിപെൻഡന്റ് വേരിയബിൾ, അത് മനസ്സിലായി. അതാണ് ഇപ്പോൾ ക്ലാസ് പറഞ്ഞതുമായിട്ട് ഓർമ്മയുണ്ടായില്ല. അങ്ങനെ കുറെ കാര്യം മനസ്സിലായി. താങ്ക്സ്. ഞാൻ ആദ്യം കയറിയപ്പോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം കുറച്ചുകൂടെ വിചാരിച്ച പോലെ കൺസെപ്റ്റ് പറയാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ ആദ്യം നിങ്ങൾക്ക് അത് കേട്ട് മനസ്സിലാവുമായിരുന്നു. ഞാൻ നല്ല വിറയ്ക്കുന്നുണ്ടായിരുന്നു. കൺസെപ്റ്റ് ഞാൻ ഉദ്ദേശിച്ച പോലെ പറയാൻ പറ്റില്ല. പക്ഷെ ഓക്കെ ആണ്. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചെയ്തു പോയല്ലോ. ചെയ്തു, കുറെ ക്വസ്റ്റ്യൻ ചെയ്തു. മറ്റേ കുട്ടിക്കോ ആരാ? സെഹ്ല. എങ്ങനെയുണ്ടായിരുന്നു? അനക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. നോക്കട്ടെ, ഇൻഷാല്ലാ നമുക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഇനി ഒരു പാസ്വേഡ് എടുക്കാം. ഈ ആ മെസ്സേജ് എങ്ങനെ നമ്പർ ഞാൻ എന്നാ പറയട്ടെ? ഓ വേണ്ട, സാർ ഇത് യൂട്യൂബിൽ ഇടുന്നല്ലേ. റെക്കോർഡിങ് ഞാനല്ല ഓണാക്കുന്നത്, സാറാണാക്കുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലില് നിഷാനെ തോന്നുന്നു ഓണാക്കി. ആണോ? എനിക്കറിയില്ല, ഞാൻ ഓണാക്കിയിട്ടില്ല. ഞാൻ സാറിനോട് ചോദിക്കാം, സാറിന്റെ കയ്യിൽ നമ്പർ ഉണ്ടാവില്ല. ഓക്കെ. ഞാൻ എന്തായാലും ഈ അറ്റംപ്റ്റ് എഴുതാൻ പോകുന്നില്ലേ, പുതിയ ക്വസ്റ്റ്യൻ കിട്ടി എനിക്കും. എന്തായാലും പാസ്സാട്ടെ. ഓക്കെ, ഇൻഷാല്ലാ. ലീവ് എത്രേ? ശരിയാണ്. ഞാൻ